ഹലോ ഫ്രണ്ട്സ്, യമഹ FCS V3യുടെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ളത് FCS V2 അതുപോലെ തന്നെ FCS V3 ആണ്. അപ്പം ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന പഴയ മോഡലാണ്. ഇതാണ് നമ്മുടെ ഏറ്റവും പുത്തൻ മോഡൽ. അപ്പം ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എൻ്റെ പേര് നിജിൻ. നിങ്ങൾ കാണുന്ന വണ്ടി യൂട്യൂബ് ചാനൽ. ഒട്ടും സമയം കളയാതെ നമുക്ക് തുടങ്ങാം. ബേസിക്കലി ഈ FCS V3 മോഡലിന് ഡിസൈൻ വൈസ് ആണ് യമഹ ചേഞ്ച് വരുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ എഞ്ചിൻ വൈസായിട്ടും ടെക്നിക്കൽ വൈസായിട്ടും ഈ വണ്ടിക്ക് യാതൊരു ചേഞ്ചും വരുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം മുന്നിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണാം, പുതിയൊരു ഹെഡ്ലൈറ്റ് യൂണിറ്റാണ് നമുക്ക് ഈ വണ്ടി കിട്ടുന്നത്. ഇതൊരു LED ഹെഡ്ലൈറ്റ് യൂണിറ്റാണ്. ഇതൊരു DRL ആണ്. LED DRL ലൈറ്റ് ഉണ്ട് ഇവിടെ. താഴെ നമുക്ക് മെയിൻ ബീമും കിട്ടുന്നു. അതിൻ്റെയും താഴെയായിട്ട് നമുക്കൊരു പൈലറ്റ് ലാമ്പ് വരുന്നുണ്ട്. അത് പക്ഷേ LED അല്ല, ഹാലജൻ ബൾബാണ്. ഇനി ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ FC25 നമ്മൾ കണ്ട് പരിചയിച്ച അതേ ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് യമഹ ഈ FC V3 മോഡലിന് കൊടുത്തിരിക്കുന്നത്. രണ്ടാമതായി നമുക്ക് ഈ വണ്ടിയിൽ വ്യത്യാസം വന്നിരിക്കുന്നത് ഇതിൻ്റെ ഈ ഫ്യൂൽ ടാങ്കാണ്. ഇത് കുറച്ചുകൂടെ വലുതായിട്ടുണ്ട് ഇതിൻ്റെ പ്രീവിയസ് മോഡലിനെ വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് കുറച്ചുകൂടെ മസ്കുലർ ലുക്കും സ്ട്രീറ്റ് ഫൈറ്റർ ലുക്കും കൂട്ടി കൊടുക്കുകയാണ് ഈ ഒരു ടാങ്ക് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് FCS V3യിൽ വരുന്നതാണ് ഈ ഒരു ക്രോമിയം ഫിനിഷ് ആയിട്ടുള്ള എയർ ഇൻടേക്ക്. ഇതൊരു ഫേക്ക് എയർ ഇൻടേക്കാണ്, എന്നാലും ഇത് ഈ വണ്ടിയുടെ ലുക്ക് കൂട്ടാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. നമുക്ക് FC160 കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ക്രോം ഇല്ല, അതിന് പകരം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് ഇത് വരുന്നത്. അടുത്തതായി ഈ വണ്ടി വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് ഈ പുതിയ മോഡലിന് ഒരു എൻജിൻ ഗാർഡ് വരുന്നുണ്ട്. പഴയ മോഡലിൽ നമുക്കത് കിട്ടുന്നില്ലായിരുന്നു. ഇതിപ്പം വണ്ടിയുടെ ലുക്ക് കൂട്ടാൻ വേണ്ടിയും എഞ്ചിനെ ഇവിടുന്ന് കല്ലടിക്കുന്നതിനൊക്കെ തടയാൻ വേണ്ടിയിട്ടായിട്ട് യമഹ ഇപ്പോൾ ഇതിനൊരു എൻജിൻ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ പിന്നിൽ നിന്നുള്ളൊരു രൂപഭംഗിയെക്കുറിച്ച് പറയാം. ആദ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ഗ്രാബ് റെയിലാണ്. നമുക്ക് FCS 25 വേർഷൻ 2 വന്നിരുന്നത് ഒരു സ്പ്ലിറ്റ് ടൈപ്പാണ്. അതായത് ഇത് ഒരു അലുമിനിയം ഫിനിഷിലുള്ള ഒരു സ്പ്ലിറ്റ് ടൈപ്പാണ് വന്നിരുന്നത്. പക്ഷേ ഈ വണ്ടിയിൽ നമുക്ക് ഒറ്റ പീസായിട്ട് വരുന്നു. അതൊരു ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ലതാണത്. പിന്നെ അതിന് താഴെയായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടെയിൽ ലാമ്പ് പഴയ FCകളിലൊക്കെ കണ്ടുവരുന്ന അതേ രീതിയിലുള്ള ടെയിൽ ലാമ്പാണ്. ഇൻഡിക്കേറ്റേഴ്സൊക്കെ തന്നെ നമുക്ക് FC25 കണ്ടിട്ടുള്ള അതേ രീതിയിലുള്ള ഇൻഡിക്കേറ്റേഴ്സാണ്. ഈ ഒരു നമ്പർ പ്ലേറ്റും ഈ ഒരു മഡ്ഗാർഡും ആ ഒരു രീതിയിലുള്ളതാണ്. ഇനി ഇതിന് താഴെയായിട്ട് ഈ ടയർ ഹഗ്ഗർ കൊടുത്തിരിക്കുന്നത് FC25 അതുപോലെ തന്നെ R15 V3 എന്നുള്ളതിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ഒരു ടയർ ഹഗ്ഗറാണ് യമഹ ഈ FCS V3ക്ക് കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടി വന്നിരിക്കുന്ന മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ സീറ്റാണ്. ഇതിന് മുമ്പുള്ള FCയിൽ നമുക്ക് സ്പ്ലിറ്റ് സീറ്റാണ് വന്നിരുന്നത്. ഇത് പക്ഷേ ഒരു ഇച്ചിരി വലിപ്പം കൂടിയ വീതിയുള്ള ഒരു സിംഗിൾ പീസ് സീറ്റാണ് വരുന്നത്. മറ്റൊരു പ്രത്യേകത വന്നിരിക്കുന്നത് ഈ വണ്ടിയുടെ സൈലൻസറിലാണ്. ഇപ്പോൾ ഇതിന് വരുന്നത് ഒരു അഡ്വാൻസ്ഡ് മിഡ്ഷിഫ്റ്റ് മഫ്ലർ കവറാണ്. ഈ വണ്ടിയിൽ നമുക്ക് കീ അസംബ്ലി വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ടാങ്കിൻ്റെ അവിടെയാണ്. നമുക്ക് ഡ്യൂക്ക് 250 കാണുന്ന പോലെ അല്ലെ FC25 കാണുന്ന പോലെ ഈ ഒരു ടാങ്കിൽ തന്നെയാണ് ഇവർ ഈ കീ അസംബ്ലി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പുതിയ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. പഴയതിനേക്കാളും വ്യത്യസ്തമാണ്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കിൽ വൈറ്റ് ലെറ്റേഴ്സിലാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. ഇതിൽ കിട്ടുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്പീഡോമീറ്റർ വരുന്നുണ്ട്, ഒരു ഡിജിറ്റൽ ടാക്കോമീറ്റർ വരുന്നുണ്ട്, ഫ്യൂൽ ഗേജ് കാണിക്കുന്നുണ്ട് നമ്മളെ, പിന്നെ 2 ട്രിപ്പ് മീറ്റേഴ്സ് ഉണ്ട്, പിന്നെ ഒരു ഓഡോമീറ്റർ ഉണ്ട്. പിന്നെ വാർണിംഗ് ലാംപ്സ് എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ. ഇതൊരു ഫ്യൂൽ ഇഞ്ചക്ടർ വണ്ടി ആയതുകൊണ്ട് എൻജിൻ മൽഫങ്ഷൻ്റെ ഒരു സ്വിച്ച് ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അതുതന്നെ ABS ഉള്ള വണ്ടി ആയതുകൊണ്ട് ABSൻ്റെ ലൈറ്റ് ഉണ്ട്, ഇൻഡിക്കേറ്റർ, ഹൈ ബീം. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ വണ്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഹാൻഡിൽ ബാറും അതുപോലെ തന്നെ ഇതിലെ സ്വിച്ച് അസംബ്ലീസും നോക്കാം. നമുക്ക് ഇടത്തെ സൈഡിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റിൻ്റെ ബീമിൻ്റെ സ്വിച്ച്, അതുപോലെ തന്നെ അതേ തന്നെയാണ് നമുക്ക് പാസ് ലൈറ്റും വരുന്നത്. പിന്നെ അതിന് താഴെയായിട്ട് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. അതിന് താഴെ ഹോണ്. വലത് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു എൻജിൻ കിൽ സ്വിച്ച് വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് പവർ സ്റ്റാർട്ടും. പിന്നെ പഴയ FCയിൽ വന്നിരുന്നത് നമുക്ക് ഈ ആക്സിലേറ്റർ കേബിളെല്ലാം താഴെ കൂടാണ് പോരുന്നത്. ഇത് മേളിൽ കൂടെ കൊടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് കുറച്ചുകൂടെ റെസ്പോൺസ് വരാനായിട്ട് വണ്ടിയുടെ ആക്സിലേറ്റർ കൊടുക്കുന്നതനുസരിച്ച് ആ റെസ്പോൺസ് വരാനായിട്ട് ഇത് മുകളിൽ കൂടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹാൻഡിൽ ബാർ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വൈഡ് ആയിട്ടുണ്ട്, ഇച്ചിരി റേസ് ആയിട്ടുണ്ട് ഹാൻഡിൽ ബാർ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് തന്നെ ഇത് വണ്ടി ഓടിക്കാൻ പറ്റും. സോ ഇനി നമുക്ക് ഈ വണ്ടിയുടെ എൻജിൻ സ്പെക്സ് നോക്കാം. ഇത് പഴയ FCയിലിരുന്ന അതേ എൻജിൻ തന്നെയാണ്. 149 cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എൻജിനാണ്. ഇതിൻ്റെ പവറും ടോർക്കും പറയുമ്പം 13.2 bhp പവർ. ഇത് 8000 RPM-ലും അതുപോലെ തന്നെ 12.8 Nm ടോർക്ക് 6000 RPM-ലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എൻജിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പഴയ FC വന്നിരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ടാങ്ക് സ്കൂപ്പ് എന്ന് പറയുന്നത് 2-2 വന്നിരുന്നത്. പക്ഷേ ഇത് ഒറ്റ ഇതായിട്ടാണ് യമഹ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ ബ്രേക്കിംഗ് നോക്കാം. നമുക്ക് ഫ്രണ്ടിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 282 mm ഡിസ്കും ബാക്കിലെ 220 mm ഡിസ്ക്കുമാണ്. ഇതൊരു സിംഗിൾ ചാനൽ ABS യൂണിറ്റോട് വരുന്ന ബൈക്കാണ്. നമുക്ക് ABSൻ്റെ സെൻസർ ഇവിടെ ആയിട്ട് കാണാം. അതല്ലാതെ ABSയുടെ ഡിസ്ക്, ഇതാണ് അതിൻ്റെ സെൻസർ. അപ്പം ബ്രേക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ കിടിലം ബ്രേക്കിംഗ് ആണ് വണ്ടിയുടെ. നമ്മൾ പിടിച്ചെടുത്ത് തന്നെ നിൽക്കും, അല്ലാതെ ലാഗിങ്ങോട്ടോ അല്ല ഒന്നുമില്ല. ലിവേഴ്സിൽ നിന്നുള്ള ഫീഡ്ബാക്ക് ആണെങ്കിൽ തന്നെ സൂപ്പർ ഫീഡ്ബാക്കാണ്.
പിടിക്കുന്നിടത്ത് തന്നെ വണ്ടി നിൽക്കുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. ബ്രേക്കിൻ്റെ കാര്യത്തിൽ വേറെ കുറ്റങ്ങളൊന്നും വണ്ടിക്ക് പറയാനില്ല. പിന്നെ ABS വന്നതോടുകൂടി സുരക്ഷയും കൂടിയിട്ടുണ്ട്. നമ്മളിനിയും ഫ്രണ്ട് വീല് ലോക്കപ്പായിട്ട് വീഴുമെന്നും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ABSനെ കുറിച്ച് പറയാനുള്ളത്. ബ്രേക്സിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് ബൈബേഴ്സിൻ്റെ ബ്രേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ റിയർ വരുന്നത് നിസിൻ്റെയും കാലിപ്പേഴ്സാണ്. അപ്പം ബ്രേക്കിംഗ് കാര്യത്തിൽ നിൽക്കുമ്പോൾ മനസ്സിൽ കാണും, നിസിൻ എന്നൊക്കെ പറയുന്നത് CBRലൊക്കെ വരുന്ന ബ്രേക്കിംഗ് സിസ്റ്റമാണ്, കിടിലം ബ്രേക്കിംഗ് സിസ്റ്റമാണ്. അതുപോലെ ബൈബർ എന്ന് പറഞ്ഞത് KTMs അതുപോലെ പൾസറിലൊക്കെ വരുന്നതാണ്. അപ്പം ബ്രേക്കിൻ്റെ കാര്യത്തിൽ വേറെ കുറ്റമൊന്നും പറയാൻ പറ്റില്ല ഈ ബൈക്കിന്. ഇനി നമുക്ക് ഇതിൻ്റെ സസ്പെൻഷൻ നോക്കാം. ഫ്രണ്ടിൽ നമുക്ക് ടെലസ്കോപ്പിക് ഫോർക്കാണ് വരുന്നത്. ബാക്കിലാണ് സ്വിംഗ് ആം ലിങ്ക്ഡ് മോണോഷോക്കാണ്. അതിൻ്റെ പഴയ FC വെച്ച് നോക്കുമ്പോൾ ഈ FCക്ക് അത് 121 mm ആയിട്ട് കൂട്ടിയിട്ടുണ്ട് വീൽ ട്രാവൽ. അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ഓഫ് റോഡിങ്ങിനൊക്കെ പോയാൽ തന്നെ വീല് വന്ന് മഡ്ഗാർഡിൽ അടിക്കുന്നതായിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല. ഫ്രീ ആയിട്ട് തന്നെ വീല് കറങ്ങാനുള്ള സ്പേസ് വരുന്നുണ്ട് വണ്ടിക്ക്. ഇനി ടയർസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ 100/80 സെക്ഷൻ ടയറാണ് വരുന്നത്. അതിന് 18 ഇഞ്ച് അലോയ് വീൽസാണ് വരുന്നത്. ബാക്കിലാണെങ്കിൽ 140/80 സെക്ഷൻ വൈഡ് റിയർ ടയർസാണ്. അപ്പോൾ നമുക്ക് കോർണർ ചെയ്യാനും ഒക്കെ കൂടുതൽ പറ്റും. ഇതുകൊണ്ട് സ്കിഡായി പോകത്തൊന്നുമില്ല. മഴയത്താണ് തന്നെ നമ്മൾ ആഞ്ഞ് ബ്രേക്ക് ചെയ്യാറുണ്ട്, സ്കിഡായി വണ്ടി വീഴുമെന്നുള്ള പേടി വേണ്ട. അതുകൊണ്ട് തന്നെ നല്ല വൈഡ് ടയേഴ്സാണ് വരുന്നത്. അതുപോലെ MRFൻ്റെ സാപ്പർ ടയേഴ്സാണ് ഈ വണ്ടിക്ക് വരുന്നത്. സോ ഇതിപ്പോൾ ഒരു 2018 മോഡൽ FC V2 ആണ് നമ്മുടെ അടുത്തുള്ളത്. ഇത് രണ്ടും കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഇതിനകത്ത് ഡിസൈൻ വൈസ് വ്യത്യാസം വരുന്നത് എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഹെഡ്ലൈറ്റ് നോക്കിയാൽ തന്നെ കാണാം, ഇതൊരു ഹാലജൻ യൂണിറ്റാണ് വരുന്നത്. ഇത് LED യൂണിറ്റാണ്. ഇതാണ് കുറച്ചുകൂടെ കാണാൻ ലുക്കും അതുപോലെ തന്നെ FC25 എടുത്ത പോലെയൊക്കെ തോന്നുന്നു നിങ്ങൾക്ക്. പിന്നെ പറയുന്നത് ഈ ഒരു വൈസറാണ്. ഇതിന് വൈസർ വരുന്നുണ്ട്, ഇതിന് പക്ഷേ വൈസർ വരുന്നില്ല. അതാണ് വേറൊരു വ്യത്യാസം. പിന്നെ ഫ്രണ്ടിൽ നോക്കിയാൽ ഈ ടാങ്കിൻ്റെ ഡിസൈനാണ് വേറെ തോന്നുന്നത്. ഇതൊരു FC25 പോലെ തോന്നും, കുറച്ചുകൂടെ മസ്കുലറായിട്ട് തോന്നും. ഇത് കുറച്ചുകൂടെ ഒരു ഒതുങ്ങിയ ഡിസൈനായിട്ടാണ് വരുന്നത്. വേറൊരു വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ സൈലൻസറുകൾ തമ്മിലാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സാധാ കണ്ടുവരുന്ന FCയിലെ സൈലൻസറാണ്. പക്ഷേ ഇതിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു അഡ്വാൻസ്ഡ് മിഡ് ഷിഫ്റ്റ് മഫ്ലർ കവറാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ നീളം തോന്നിക്കും നമുക്ക്, അതുപോലെ കുറച്ചുകൂടെ വലിപ്പമായിട്ട് തോന്നിക്കും. ഇത് കുറച്ച് ഷോർട്ടായിട്ടാണ് നിൽക്കുന്നത് FC V2ൽ. വേറൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ സീറ്റിൻ്റെ കാര്യത്തിലാണ്. നമുക്ക് V2ലാണ് കിട്ടുന്നത് സ്പ്ലിറ്റ് സീറ്റാണ്. എന്നാൽ V3 വരുമ്പം അതൊരു സിംഗിൾ പീസ് സീറ്റായിട്ട് മാറുകയാണ്. പക്ഷേ വീതി കൂടുതലും നീളം കൂടുതലും നമ്മുടെ V3യുടെ സീറ്റിന് തന്നെയാണ്. മറ്റേതിന് അത്രയ്ക്ക് വീതി നീളം നമുക്ക് തോന്നിക്കത്തില്ല. നമ്മുടെ FC V3ക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു എൻജിൻ കാർഡ് വരുന്നുണ്ട് നമുക്ക് എൻജിൻ്റെ താഴെയായിട്ട്. എന്നാൽ നമുക്ക് V2ൽ അത് കാണാൻ സാധിക്കില്ല. അതാണ് ഈ വണ്ടി തമ്മിലുള്ള വേറൊരു വ്യത്യാസം. ഈ രണ്ട് വണ്ടികളുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ രണ്ടും വ്യത്യസ്തമാണ്. FCയിൽ നമുക്കൊരു പുതിയ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കാണാൻ കിട്ടുന്നത്. പക്ഷേ FC V2 വരുന്നതെന്ന് പറഞ്ഞാൽ പഴയ നമ്മൾ FCകളിൽ കണ്ടുവരുന്ന അതേ ടൈപ്പ് ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. അതാണ് ഈ വണ്ടികൾ തമ്മിലുള്ള വേറൊരു വ്യത്യാസം. പിന്നെ നമുക്ക് ആ കീ പൊസിഷനിൽ നോക്കിയാൽ കാണാം, FC V2ൽ നമ്മൾ ഹാൻഡിൽ ബാറിൽ തന്നെയാണ് വരുന്നത്. എന്നാൽ FC V3 വരുന്നത് ടാങ്കിൻ്റെ അറ്റത്തായിട്ടാണ്. FC V3 നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പീസ് ഗ്രാബ് റെയിലാണ്. എന്നാൽ V2 നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്പ്ലിറ്റ് ടൈപ്പ് ഗ്രാബ് റെയിൽസാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് ഈ വണ്ടി ഓടിച്ചിട്ട് ഒരു വിഷയം തോന്നുന്നില്ല. ഞാനിപ്പോൾ ഒരു 5-6 ഉണ്ട്. എന്നെപ്പോലെ ഒരു ഷോർട്ട് റൈഡറിന് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണിത്. ഞാൻ ഈ വണ്ടി എങ്ങനെ പോയാലും ഒരു ലോങ് റൈഡിന് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നല്ലൊരു സീറ്റിംഗ് പൊസിഷനാണ്, നല്ലൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയാനാണെങ്കിൽ ഇതിൻ്റെ ഹാൻഡിലും നല്ലൊരു പ്രോപ്പർ പൊസിഷനാണ് കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടിയുടെ മെയിൻ ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതായത് 137 കിലോഗ്രാം മാത്രമേ ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ എന്നെപ്പോലൊരാൾക്ക് ഈ വണ്ടി സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ABS, അത് ഒട്ടും പറയാതിരിക്കാൻ പറ്റാത്തൊരു ഫീച്ചറാണ്. നല്ലൊരു കൺട്രോളാണ് കിട്ടുന്നത്. നമ്മുടെ വണ്ടിയും റോഡുമായിട്ട് നല്ലൊരു കൺട്രോളിംഗ് ആണ് ഈ ഒരു വണ്ടിക്ക് നമുക്ക് ABS കാരണം കിട്ടുന്നത്. അപ്പോൾ ഇനി വണ്ടിയുടെ വില നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഷോറൂം വില എന്ന് പറയുന്നത് 98,000 രൂപയാണ് ഏകദേശം. ഇനി അതെല്ലാം നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ഓൺ റോഡ് പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനൊരു നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഓൺ റോഡ് പ്രൈസ് അറിയാവുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ഈ വണ്ടി എടുക്കാൻ പോകുന്നെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക, എന്നിട്ട് ഷോറൂമിൽ ചെല്ലുക. നിങ്ങളെക്കകത്ത് 2 ഓഫറുകളാണ് ഇരിക്കുന്നത്. ഒന്ന്, നിങ്ങൾക്ക് 1000 രൂപ വരെയുള്ള ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ യമഹ ജെനുവിൻ ആക്സസറി ഒരു ഹെൽമെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഷോറൂമിൽ നിന്ന് കിട്ടുന്നതാണ്. സോ സമയം കളയാതെ ഈ നമ്പറിൽ വിളിക്കുക,
റൈഡ് മോട്ടോഴ്സ് കോഴഞ്ചേരിയിലേക്ക് പോവുക. അവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ഓഫർ കിട്ടുന്നത്. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വണ്ടിയായിട്ട് ഇനി എന്തെങ്കിലും സംശയമുണ്ടോ, അല്ലെങ്കിൽ ഇത് ടെസ്റ്റ് റൈഡ് ചെയ്യണം, വണ്ടി വാങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈഡ് മോട്ടോഴ്സ് കോഴഞ്ചേരി ഷോറൂമായിട്ട് ബന്ധപ്പെടാം. അവരാണ് ഇന്ന് ഞങ്ങൾക്ക് ഈ വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നത്. സോ അവർക്കൊരു വലിയ താങ്ക്സ് ആദ്യം പറയുന്നു. പിന്നെ നിങ്ങൾക്ക് ആ ഷോറൂമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അവിടെ പോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് വണ്ടി ടെസ്റ്റ് റൈഡ് ബുക്ക് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ദീപേഷ് എന്ന ചേട്ടനെ വിളിച്ചാൽ മതി, പുള്ളിയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ വേറൊരു ബൈക്കുമായി കാണുന്നിടം വരെ ബൈ. നീ ഇതങ്ങ് നിർത്തി എന്നിട്ട് വായിക്കാം. അപ്പം